വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമുക്ക് പർപ്പിളേയും ഒരു പെട്ടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് സ്കിൻ കെയറും മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടിപ്പോൾ 2 ദിവസമായിട്ടോ, 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എത്തും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ടാണ് ഓർഡർ ചെയ്തത്. ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്, ഇതൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇത് അതുവരെ ക്ഷമ ഇല്ല. അപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക, എന്താണ് ഒരു ത്വര പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സാധാരണ ഞാനാണ് ഓർഡർ ചെയ്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഒരു ക്യൂരിയോസിറ്റി അല്ലേ, ഒരു പെട്ടിയൊക്കെ തുറക്കുമ്പോൾ ഉള്ള ഒരു ക്യൂരിയോസിറ്റി. യെസ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടി പൊട്ടിക്കാം ഗൈസ്. ഞാനിതാ നമ്മളെ ഫേഷ്യൽ റൈസറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ലെറ്റ്സ് അൺബോക്സിങ്. ഓക്കെ. അയ്യോ എൻ്റെ ആർത്തി കൊണ്ടാണ് ഗൈസ്. നോക്കിയാ ഈ സാധനം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊട്ടിക്കാം. ലെറ്റ്സ് അൺബോക്സിങ്. ഇനി മെല്ലെ ആക്കട്ടെ കേട്ടോ. അതുകൊണ്ട് വലിയ മൂസല്ല തോന്നുന്നുണ്ട്, പൊട്ടും ഇല്ലാലോ. ഗൈസ് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ, ഞാൻ സിറ്റൗട്ടിലായിരുന്നു, ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അതാണ്. അപ്പോൾ ഗൈസ് നമ്മളെ കുട്ടി ഇവിടെ പൊട്ടിച്ചൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. വാവ്. ഫസ്റ്റ് ഇതിൻ്റെ ബില്ലൊക്കെ അല്ലേ. ഇത് ഫുൾ കിട്ടിയാണ്. ഇതൊരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ സ്ഥലം കിട്ടിയാണ്. പിന്നെ ഇതാ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. ഇതാ പിന്നെ അത് 2 ഫ്രീ കിട്ടിയതുകൊണ്ട് അവർ അങ്ങനെ ഇട്ടേച്ച് കേട്ടോ. നമ്മൾ പൈസ ഇട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൽ പൊയ്യാണ്ട് വെച്ചിട്ട് എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിയതാണ് ഗൈസ്. ഇന്ന് കുറേ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻ കിട്ടിയിരുന്നില്ല. ഫൈനലി ഞാനത് ഒപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്തായാലും ഷോർട്സിലൂടെ റിവ്യൂ ഇടുന്നതായിരിക്കും ഗൈസ്. അക്കലോജിക്കൻ്റെ ഒരു സൺസ്ക്രീനാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഫിറ്റ് മീൻ്റെ ഒരു ഫൗണ്ടേഷൻ. ഇത് തലക്ക് മീനിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്, ഭയങ്കര ചെറുതായിപ്പോയി. ഫിറ്റ് മീയുടെ ഒരു ഫൗണ്ടേഷൻ. പിന്നെ ഇത് ഗൈസ് NYBൻ്റെ ഒരു മസ്കാരയാണ് ഗൈസ്. മസ്കാര NYBൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫിറ്റ്മീൻ്റെ തന്നെ മെബിലിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഗൈസ് അമ്മയ്ക്ക് അവിടെ അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കാം. നെക്സ്റ്റ് വരുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു സൺസ്ക്രീൻ. ഡോട്ട് ആൻഡ് കി അല്ല,
ഡാൻഡോക്കിൻ്റെ ഒരു സൺസ്ക്രീനാണ് ഇത്. സംഭവത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇത്രയും പ്രൊഡക്ട്സ് മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയാണ് കേട്ടോ. ഇത് ഫ്രീ കിട്ടിയ പ്രൊഡക്റ്റാണ്. ഈ ഡെർമാക്കോൻ്റെ സൺസ്ക്രീന്. അത്യാവശ്യം നല്ല സൺസ്ക്രീനാണ്. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല റേറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ഗൈസ്. അത് നമുക്കൊന്ന് നോക്കാം. ഇത് ഗൈസ് ഈ ഒരു സൺസ്ക്രീനാണ്. പിന്നെ ഇതാ ഈ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷും കൂടെ ഉണ്ടായിരുന്നു. ഇതാ സംഭവം. പിന്നെ വരുന്നത് ഗൈസ്, ഇത് ഞാൻ ഭയങ്കര ആശിച്ച് മേടിച്ചൊരു സാധനമായിരുന്നു. ഞാൻ ഒരുപാട് റിവ്യൂവിൽ കണ്ടിട്ട് നല്ല ഷെയ്ഡാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് ഗൈസ്. ഇതിന് എനിക്ക് സ്യൂട്ട് ആവുമല്ലേന്ന് അറിയത്തില്ല. മെബ്ലൈൻ്റെ ഒരു ഏതായിരുന്നു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു? സോഫ്റ്റ് വൈനിൻ്റെ ഒരു ഷെയ്ഡാണ് ഗൈസ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഗൈസ് ഡാൻഡോക്കിൻ്റെ ഒരു ഫേസ് വാഷാണ് വരുന്നത് ഗൈസ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഗൈസ്. ഇൻഷാല്ലാ ഇത് യൂസ് ചെയ്തിട്ട് എന്താ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഇത് വരുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ് ഗൈസ്. ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് 06 ആണ് ഷെയ്ഡ്. ഇതിൻ്റെ സ്മെല്ല് ഒരു മുട്ടായുടെ സ്മെല്ല്. ഈ ബബിൾ ഗത്തിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടാവും. സ്മെല്ല് അടിപൊളി സ്മെൽ. ഇത്രയും പ്രൊഡക്ട്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. പെട്ടിക്കാളിയായി ഹെയർ. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങൾ ഏതൊക്കെ വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൺസ്ക്രീനിൻ്റെ ആയാലും ലിപ്സ്റ്റിക്കിൻ്റെ ആയാലും ഒരു ഇൻസ്റ്റൻറ്റ് റിവ്യൂ എന്ന് പറയാം. ഒരു റിവ്യൂ ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഷോർട്സിലൂടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ടാറ്റാ.